ഫോർമാറ്റിംഗ് എ ടേബിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിൾസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോർമാറ്റിംഗ് എ ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റോസ് അല്ലെങ്കിൽ കോളംസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ എക്സ്ട്രാ റോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് കോളംസും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻസേർട്ടിങ് കോളംസ് ആൻഡ് റോസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ എങ്ങനെയാണ് റോസ് അല്ലെങ്കിൽ കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു ടേബിൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു കോണ്ടെക്സ്ച്വൽ ടാബ് വരും. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു പിക്ചറോ സെലക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ടാബുകളെയാണ് നമ്മൾ കോണ്ടെക്സ്ച്വൽ ടാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ടാബാണ് ടേബിൾ ടൂൾസ് എന്ന് പറയുന്ന ടാബ്. അപ്പോൾ ഈ ടേബിൾ ടൂൾസിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ എന്താണ് ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനും. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിളിൽ റോ അല്ലെങ്കിൽ കോളം ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അതിന് നിങ്ങൾക്ക് ലേ ഔട്ട് എന്നുള്ള ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ലേ ഔട്ട് എന്നുള്ള ടാബ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? ഇൻസേർട്ട് എബവ്, ഇൻസേർട്ട് ബിലോ, ഇൻസേർട്ട് ലെഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഇൻസേർട്ട് റൈറ്റ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഇൻസേർട്ട് എബവ് അതുപോലെ തന്നെ ഇൻസേർട്ട് ബിലോ, ഈ 2 ഓപ്ഷൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങളൊരു റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ റോയുടെ മുകളിലാണ് നിങ്ങൾക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ഓപ്ഷൻ കൊടുക്കണം? ഇൻസേർട്ട് എബവ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേസമയം നിങ്ങളൊരു റോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയാണ് നിങ്ങൾക്കൊരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ബിലോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും റോ ഇൻസേർട്ട് ചെയ്യുന്നത് മുകളിലും താഴെയായിട്ടുമാണ്. അതുപോലെ തന്നെ നമ്മളെന്താണ് കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കോളം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മറ്റൊരു കോളം ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോളം സെലക്ട് ചെയ്തതിന് ശേഷം ആ കോളത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഒരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ട് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ കോളംസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻസേർട്ട് ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ എന്താണ് ഇൻസേർട്ട് റൈറ്റ് എന്നുള്ള ഓപ്ഷനും. നെക്സ്റ്റ് നോക്കാം, അലൈനിങ് ടെക്സ്റ്റ് ഇൻ ടേബിൾസ്. ഇത് പറയുന്നതിന് മുന്നേ നമ്മൾക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ 2 കോളംസ് ആണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. കോളംസ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. റോ എന്ന് പറയുന്നതോ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ആയിരിക്കും. റോ ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും എബവ് ആൻഡ് ബിലോ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ റോയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇൻസേർട്ട് എബവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റോ വരും. അതുപോലെ തന്നെ നിങ്ങളൊരു റോ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബിലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ റോ വരുന്നത് എവിടെയായിരിക്കും? ഇതിൻ്റെ താഴെയായിട്ടായിരിക്കും റോ വരുന്നത്. ഇനി നിങ്ങളൊരു കോളമാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോളം ആണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻസേർട്ട് ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കോളം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് റൈറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോളം വരുന്നത് ഇവിടെയായിരിക്കും. ഇനി ഇപ്പോൾ ഈ കോളത്തിൽ ഈ ടേബിളിൽ ഞാൻ 2 കോളംസ് ആണ് കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പർ എന്ന ഹെഡിങ് ഉള്ള ഒരു കോളവും അതുപോലെ തന്നെ നെയിം എന്ന ഹെഡിങ് ഉള്ള ഒരു കോളവും. അങ്ങനെ 2 കോളംസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
ഇവിടെ റോസ് എത്ര എണ്ണമാണോ ഉള്ളത്? 8 റോസ് ആണ് ഇവിടെ ഉള്ളത്. ആ ഹെഡിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര റോസ് ആണ് ഇവിടെ ഉള്ളത്? 8 റോസ് ആണ് ഉള്ളത്. ദെൻ ഇതിൽ ഞാൻ നെയിം എന്നുള്ളതിൻ്റെ താഴെ ABCDEFG ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ABC എന്നുള്ളതിൻ്റെ അലൈൻമെൻറ്റ്. അതിൽ ADEF എന്നീ ലെറ്ററുകൾ ഞാൻ അലൈൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ആ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഞാൻ അലൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം G എന്ന് പറയുന്ന നെയിം ഞാൻ അലൈൻ ചെയ്തിരിക്കുന്നത് സെൻറ്ററിലായിട്ടാണ്. അതുപോലെ തന്നെ BC എന്നീ ലെറ്റേഴ്സ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. ഇതാണ് ഒരു സെല്ലിൽ നമ്മൾക്ക് ടെക്സ്റ്റിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, BC എന്നുള്ള ലെറ്റേഴ്സ് ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ആ സെല്ലിൽ കുറച്ച് മുകളിലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ D എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ആ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അലൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അലൈൻമെൻറ്റ് എന്നുള്ള ലേഔട്ട് ടാബിൽ അലൈൻമെൻറ്റ് എന്നുള്ള ഗ്രൂപ്പിൽ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് എന്താണ്? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യാം, റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യാം, ടോപ്പിലായിട്ട് അലൈൻ ചെയ്യാം, ബോട്ടമായിട്ട് അലൈൻ ചെയ്യാം, സെൻറ്ററിൽ അലൈൻ ചെയ്യാം, ടോപ്പ് ലെഫ്റ്റ് അലൈൻ ചെയ്യാം, ടോപ്പ് റൈറ്റ് അലൈൻ ചെയ്യാം, ബോട്ടം ലെഫ്റ്റ് അറേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ബോട്ടം റൈറ്റ്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അലൈൻമെൻ്റ് ആണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഡയറക്ഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻ ടേബിൾസ്. ഇനി പറയുന്നത് എന്താണ്? ടെക്സ്റ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതുന്നത് എപ്പോഴും എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്. അത് തന്നെ നമ്മൾക്ക് എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. അങ്ങനെ പലതരത്തിലുള്ള ഡയറക്ഷനിൽ നമ്മൾ ചില കോളംസൊക്കെ എഴുതുമ്പോൾ അതിൽ തികയാതെ വരുമ്പോൾ ചരിച്ചൊക്കെ എഴുതാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ പല ഡയറക്ഷനിലും നിങ്ങൾക്ക് എന്താണ്? ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ടേബിൾ ടൂൾസിൽ ലേഔട്ട് എന്നുള്ള ടാബിൽ അലൈൻമെൻറ്റ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് ടെക്സ്റ്റ് ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഡയഗണൽ, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഫോർമാറ്റിംഗ് ടേബിൾ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്.